ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് പനീർ കൊണ്ട് നല്ലൊരു സ്പെഷ്യൽ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. പനീർ മസാല. അതിനായിട്ട് പനീറിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരുപാട് സമയമൊന്നും വെക്കണ്ട. ഇത് പുരട്ടി പിടിപ്പിച്ച ഉടനെ തന്നെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് പനീർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം 2 സൈഡും നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഒരു സവാള, വലുതാണെങ്കിൽ 1 ചെറുതാണെങ്കിൽ 2 ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വരട്ടിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താണ് നമ്മളിത് വരട്ടുന്നത്. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം ഒന്ന് നമുക്ക് വരട്ടിയെടുക്കാം. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തക്കാളി, ചെറിയ മീഡിയം സൈസ് 2 തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് അടുത്തായിട്ട് കുറച്ച് കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏതാണ്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇനി പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണേ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ മസാല ഒന്ന് ലെവലാകുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതേ പാനിലേക്ക് തന്നെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത മസാല ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയൊന്ന് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരണം. ഒരുപാട് തിളയ്ക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന പനീറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി പനീർ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഉടഞ്ഞൊന്നും പോകത്തില്ല. ഇനി നമുക്ക് ഫ്രഷ് ക്രീം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കസൂരി മേത്തി കൈകൊണ്ട് ഒന്ന് പൊടിച്ച ശേഷം അതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയോട് കൂടിയ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളിതിൽ ബട്ടർ ചേർക്കാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ചപ്പാത്തിയുടെ ഒപ്പവും പൊറോട്ടയുടെയൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.